1991 ഇപ്പോഴത്തെ റഷ്യ അല്ലെങ്കിൽ പണ്ടത്തെ USSR നിന്നാണ് ഈ കൺട്രിക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. +2 ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികൾക്ക് ഈ 4 പ്രോഗ്രാംസ് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റിനെ കുറിച്ചാണ്. പല കുട്ടികൾക്കും ഇനി പല കൺസേൺസ് വരുന്നത് വിസയിലേക്കാണ്. പല കാരണം കൊണ്ട് അഡ്മിഷൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു കുട്ടികൾക്ക് വളരെ നല്ലൊരു ഓപ്ഷൻ ആണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പസ് ഇൻ്റർനാഷണൽ. ഒരു സ്റ്റഡി അബ്രോഡ് എൻക്വയറി വരുമ്പോഴത്തേക്കിന് ആ എൻക്വയറി നമുക്ക് 2 കാറ്റഗറിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റുഡൻസ് അത്യാവശ്യം ഫിനാൻഷ്യൽ പ്ലാനിങ് കൂടി ആയിരിക്കും പോകുന്നത്, അവർക്ക് അത്യാവശ്യം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് അവർ കുറച്ചും കൂടെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും നോക്കുന്നത്. ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് കുറവായിരിക്കും, ലിവിങ് എക്സ്പെൻസ് കുറവായിരിക്കും, പിന്നെ ഓവറോൾ അവർ പഠിച്ചിറങ്ങുന്നതിന് ശേഷമുള്ള അവരുടെ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ആ ബഡ്ജറ്റ് അവർ പ്ലാൻ ചെയ്തേക്കുന്നത് അതും കുറവായിരിക്കും. അങ്ങനെ ഒരു ലോവസ്റ്റ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ജോർജിയ. 1991 ഇപ്പോഴത്തെ റഷ്യ അല്ലെങ്കിൽ പണ്ടത്തെ USSR നിന്നാണ് ഈ കൺട്രിക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. നെയ്ബറിങ് കൺട്രി അസർബൈജാൻ, അർമേനിയ, റഷ്യ ഇതൊക്കെയാണ് നെയ്ബറിങ് ആയിട്ടുള്ള കൺട്രീസ് വരുന്നത്. നോർമലി ജോർജിയനെ കുറിച്ച് പറയുമ്പോൾ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ? കാരണം MBBS നോക്കുന്ന ഒരു കുട്ടികൾക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവരുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് ജോർജിയ. വൈ? ബിക്കോസ് അവർ കോഴ്സിനോടൊപ്പം തന്നെ USMLE അല്ലെങ്കിൽ US സ്റ്റേറ്റ് മെഡിക്കൽ ലൈസൻസ് എക്സാമിനേഷൻ്റെ ഒരു പ്രാക്ടീസ് അവർ തരുന്നുണ്ട് കോഴ്സിനോടൊപ്പം. അതുമല്ലാന്നുണ്ടെങ്കിൽ MBBSൻ്റെ കോഴ്സിനോടൊപ്പം അവർക്ക് ക്ലിനിക്കൽ റൊട്ടേഷനും കൂടെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ജനറലി ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമേജ് ജോർജിയനെ കുറിച്ച് പറയുന്നത് ജോർജിയ ഈസ് ഓൺലി ഫോർ മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ദോസ് സ്റ്റുഡൻസ് ഹു ആർ ലുക്കിംഗ് ഓൺലി ഫോർ MBBS. അങ്ങനെ മാത്രമല്ല, ഒരുപാട് നല്ല കോഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പം നോൺ മെഡിക്കൽ പ്രോഗ്രാംസ് ഉള്ള കുട്ടികളും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ അവർക്ക് എഞ്ചിനീയറിംഗ് ആയിരിക്കും നോക്കേണ്ടത്, അല്ലെങ്കിൽ അവർ MBBS അല്ലെങ്കിൽ MBA പ്രോഗ്രാംസ് ആയിരിക്കും നോക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് ജോർജിയ. വളരെ ഹൈ റാങ്കിങ് യൂണിവേഴ്സിറ്റീസും ജോർജിയയിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ഫേമസ് ആയിട്ടുള്ള 4 ബാച്ചിലേഴ്സ് പ്രോഗ്രാമാണ് ബാച്ചിലേഴ്സ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് ബാച്ചിലേഴ്സ് ഇൻ നഴ്സിംഗ്. പ്രോഗ്രാം ഡ്യൂറേഷൻ വരുന്നത് 4 years ആണ്. +2 ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികൾക്ക് ഈ 4 പ്രോഗ്രാംസ് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം +2 കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് നഴ്സിംഗ് എടുക്കാം. ഇനി അതല്ല അവർക്ക് ഇലക്ട്രിക്കലോ സിവിലോ ആണ് എടുക്കണമെങ്കിൽ അതും എടുക്കാം. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അതായത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പ്ലസ് ഇൻക്ലൂഡിങ് അവരുടെ പെർസെൻറ്റേജ് റിക്വയർമെൻറ്റും ഏതായാലും കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 40% ഉള്ള ഒരു കുട്ടികളാണെങ്കിൽ പോലും യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ അഡ്മിഷൻ കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 4 yearsലേക്കും കൂടെയുള്ള ഫീസ് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ ഒരു ഫീസ് അപ്രോക്സിമേറ്റ്ലി ഒരു $4,000 USD ആണ് വരുന്നത്. ഓൺ ആൻ ആവറേജ് ഒരു ഇന്ത്യൻ എമൗണ്ട് ഒരു 3 lakh rupees, 3.5 lakh rupees ഇന്ത്യൻ എമൗണ്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റിനെ കുറിച്ചാണ്. അതായത് സ്റ്റുഡൻസ് ഈ 4 yearsഉം ഈ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പം ഇവർക്ക് ജർമ്മൻ ലാംഗ്വേജ് ഒരു B2 ലെവലിൻ്റെ ട്രെയിനിങ്ങും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് വരാം, എന്തുകൊണ്ടാണ് ഈ B2 ലെവൽ അവർ പഠിപ്പിക്കുന്നത്, അതും ജർമ്മൻ ലാംഗ്വേജ്? ദാറ്റ് ഈസ് ബിക്കോസ് വൺസ് ഈ കാറ്റഗറി അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ തന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി ജർമ്മനിയിലേക്ക് ഡയറക്റ്റ് ജോബ് റിക്രൂട്ട്മെൻ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ജർമ്മനിയിലേക്ക് റിക്രൂട്ട് ചെയ്ത കുട്ടികൾക്ക് അവിടെ ചെന്ന് ജോബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ ജർമ്മൻ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ B2 ലെവൽ അറിഞ്ഞിരിക്കണം. സോ ഇതിന് വേണ്ടിയിട്ടാണ് ഈ 4 കൊല്ലം കുട്ടികൾ അവിടെ പഠിക്കുമ്പോൾ അവർ ജർമ്മൻ B2 ലെവലിൻ്റെ ഒരു ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ബിക്കോസ് നഴ്സിംഗ് ജർമ്മനിയിൽ വരുന്നത് മെയിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നാണ്. പിന്നെ മറ്റുള്ള പ്രോഗ്രാംസ്, അതായത് അതൊക്കെ സ്കിൽ കാറ്റഗറി പ്രോഗ്രാംസിൽ വരുന്നതാണ്, സിവിൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ. സോ ഇങ്ങനെയുള്ള കാറ്റഗറീസിലേക്ക് കുട്ടികൾക്ക് ജർമ്മനിയിൽ പോയി ജോബ് ചെയ്യണമെങ്കിൽ B2 ലെവൽ മാൻഡേറ്ററി ആണ്, അല്ലെങ്കിൽ അതൊരു മെയിൻ റിക്വയർമെൻ്റ് ആണ്. സോ അത് കണ്ടിട്ടാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഈ 4 പ്രോഗ്രാംസിലേക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അലോങ് വിത്ത് ദ കോഴ്സ് അവരൊരു B2 ലെവൽ ട്രെയിനിങ് കൊടുക്കുന്നത്.
ഇപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ജോർജിയയിലെ പല ബെനിഫിറ്റ്സുകളായിരുന്നു. അതായത് ലോ ഫീസാണ്, ലീനിയൻ എൻട്രി റിക്വയർമെൻറ്റ്സ് ആണ്, പിന്നെ ജർമ്മനിയിലേക്കുള്ള ജോബ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇത്രയൊക്കെയാണെങ്കിലും പല കുട്ടികൾക്കും ഇനി പല കൺസേൺസ് വരുന്നത് വിസയിലേക്കാണ്. അവിടെയാണ് ജോർജിയ എന്നൊരു കൺട്രിയുടെ മെയിൻ ഹൈലൈറ്റ് വരുന്നത്. ജോർജിയ എന്നൊരു കൺട്രീനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതൊരു വിസ റിസ്ക് ഫ്രീ കൺട്രിയാണ്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, എന്താണ് വിസ റിസ്ക് ഫ്രീ? ഏതൊരു കൺട്രിയിലേക്ക് വിസ അങ്ങനെ ഗ്യാരൻറ്റീഡ് പറയാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ഡൗട്ട് വരാം. സോ നോർമലി ജോർജിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്, പ്രത്യേകിച്ചും ഇന്ത്യൻ സ്റ്റുഡൻസ്. ആസ് ഓഫ് നൗ അവരുടെ വിസ റെഗുലേഷൻസ് ഒക്കെ ഭയങ്കര ലീനിയൻ്റ് ആയിട്ടാണ് പോകുന്നത്. നോർമലി അവിടെ അങ്ങനെ വിസ ഇൻ്റർവ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ കറൻറ്റ് സിറ്റുവേഷനിൽ കുട്ടികൾക്ക് 100% വിസ ഗ്യാരൻറ്റിയോടെയാണ് കൺട്രി ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ 45%, ഇപ്പോൾ ചിലർക്കൊരു ഡൗട്ട് തോന്നാം, അതായത് മാം ഇപ്പോൾ 40% വെച്ചിട്ട് യൂണിവേഴ്സിറ്റി എന്താ പറയുക ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്തു, പക്ഷേ വിസയിലേക്ക് വരുമ്പോഴത്തേക്കിനും അത് ആക്സെപ്റ്റ് ചെയ്യുമോ? സോ അങ്ങനത്തെ യാതൊരു കൺഫ്യൂഷൻസും ജോർജിയയുടെ കേസിൽ വരുന്നില്ല. ബിക്കോസ് ജോർജിയ 40% ഓൺവേഴ്സ് ഉള്ള എല്ലാ കുട്ടികൾക്കും വിസ കൊടുക്കുന്നുണ്ട്. പിന്നെ വിസയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു വിസ ഹാസൽ ഫ്രീ ആണ്. അപ്പോൾ എന്താണ് ഈ വിസ ഹാസൽ ഫ്രീ എന്ന് ഉദ്ദേശിച്ചത്? ഇപ്പോൾ നമ്മൾ UK ആണെങ്കിൽ കാനഡ ആണെങ്കിൽ പല കൺട്രിയിലേക്കും ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് വളരെ ടീഡിയസ് ആയിട്ടുള്ളൊരു ജോബാണ്. നമ്മൾ ITR സബ്മിറ്റ് ചെയ്യണം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇത്ര നാളത്തേക്ക് വെക്കണം, ഇങ്ങനെയുള്ള പല റിക്വയർമെൻറ്റ്സ് വരാറുണ്ട്. പക്ഷേ ജോർജിയയിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ പല ഇഷ്യൂസും ഇല്ല. വിസയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെയിൻ റിക്വയർമെൻറ്റ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അടച്ചതിൻ്റെ ആ ഫസ്റ്റ് ഇയറിൻ്റെ ഫീ റെസീപ്റ്റ്. അത് ഞാൻ മുമ്പ് പറഞ്ഞു, വളരെ കുറച്ചൊരു എമൗണ്ടാണ്, $1000 പേ ചെയ്താൽ മതി. ആ $1000 പേ ചെയ്തതിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു റെസീപ്റ്റ് വെക്കുക, പ്ലസ് ഒരു 6 lakh rupees അത് സ്റ്റുഡൻറ്റിൻ്റെ അക്കൗണ്ടിലോ ആയിക്കോട്ടെ അല്ലെങ്കിൽ പാരൻസിൻ്റെ അക്കൗണ്ടിലോ ആയിക്കോട്ടെ. ഈ 2 ഡോക്യുമെൻറ്റ് പ്ലസ് അവരുടെ നല്ലൊരു SOP, ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മൾ നിയറസ്റ്റ് VFSൽ പോയി സബ്മിറ്റ് ചെയ്യാം. മെയിൻ ഒരു ഹൈലൈറ്റ് അഗെയിൻ വിസ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പല കൺട്രീസിലേക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റിൻ്റെ ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ വിസ ഫീസ് വലിയൊരു, ഇപ്പോൾ UKയുടെ കേസിലാണെങ്കിൽ വലിയൊരു എമൗണ്ടൊക്കെയാണ് വിസ ഫീസൊക്കെ ആയിട്ട് നമ്മൾ പേ ചെയ്യുന്നത്. പക്ഷേ ജോർജിയയുടെ കേസിൽ നമുക്ക് നോർമലി VFS അപ്പോയിൻമെൻ്റ് ഒന്നും ഇഷ്യൂസ് വരുന്നില്ല, കാരണം ഡയറക്റ്റ് വോക്കിംഗ് ആണ്. നിയറസ്റ്റ് ഏത് VFS സെൻ്ററിൽ നമുക്ക് പോയി വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാം. VFS സെൻ്ററിൽ ചെന്നതിന് ശേഷമാണെങ്കിൽ പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ ഒന്നുമില്ല, ഓൾമോസ്റ്റ് ഒരു 3 weeksൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് വിസ ഇഷ്യൂ ആയി കിട്ടും. ഇപ്പോൾ VFSൽ നമ്മൾ ആപ്ലിക്കേഷൻ എത്തിയതിന് ശേഷം ഇമിഗ്രേഷനിലേക്ക് നമ്മൾ ഫയൽ എത്തിയാൽ പോലും അതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സോ ഒരു സ്ക്രീനിങ് പ്രോസസ്സോ ഒന്നും വരാറില്ല. സോ ഡയറക്റ്റ്ലി ഇപ്പോൾ പല കുട്ടികൾക്കും ജർമ്മനിയിലേക്ക് പല കാരണം കൊണ്ട് അഡ്മിഷൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു കുട്ടികൾക്ക് വളരെ നല്ലൊരു ഓപ്ഷൻ ആണ് ഇത്. കാരണം പിന്നീട് 4 yearsന് ശേഷമാണെങ്കിലും അവർക്ക് പിന്നീട് ജർമ്മനിയിൽ ജോബ് കിട്ടാനുള്ള അല്ലെങ്കിൽ ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കിട്ടുന്നത്. So students, Georgia is the best country for students who are looking for lowest fees country without IELTS and visa risk free country. So students who are interested to know more about this, please fill our below form to know more about the September 2025